ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെൻസ് ഒരു ഓൺടർപ്രണർ ആണെങ്കിലും ഒരു സെലിബ്രിറ്റി ആണെങ്കിലും PR ഭയങ്കര ഇമ്പോർട്ടൻസ്. സോ മോസ്റ്റ് ഓഫ് ഓൺടർപ്രണേഴ്സും ലാക്ക് ചെയ്യുന്ന സൈഡാണ് PR. അവരൊക്കെ തോട്ട് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി അവർ വിചാരിക്കുന്നത് PR മാർക്കറ്റിംഗ് സെയിം തന്നെയല്ലേ. PR മാർക്കറ്റിംഗ് സെയിം അല്ല. സീറോ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ക്ലയൻസ് ആണ്, ലീഡ്സ് ജനറേഷൻ ആണല്ലോ മെയിൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ടൂൾസ് എല്ലാം യൂസ് ചെയ്യും. ആൻഡ് വാട്സപ്പ് CRM എന്നുള്ള ലെവലിലാണെങ്കിലും പിന്നെ എക്സാക്ട്ലി ലീഡ് സ്ക്രാപ്പിംഗ് ടൂൾസ് ആണെങ്കിലും ഇഷ്ടംപോലെ അവൈലബിൾ ആണല്ലോ ഓൺലൈനിൽ. Apollo.io എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി തോന്നിയ ഒരു ടൂളാണ്. യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഫസ്റ്റ് മീറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, അവിടെ നമ്മൾ ഏതൊക്കെ ക്ലയൻസ് ലിസ്റ്റിൻ്റെ കൊടുക്കണം. ചിലപ്പോൾ എല്ലാ ക്ലയൻസ് ലിസ്റ്റും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കുറേ അധികം പ്രീമിയം ക്ലയൻസ് ഉണ്ട് ഇവിടെ. നമുക്കത് ഇവിടെ പ്ലേസ് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമുക്കത് വെച്ച് മാർക്കറ്റ് ചെയ്യരുതെന്നുള്ളൊരു ഉണ്ട്, ഉണ്ട്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ നമ്മൾ എവിടെ ഒരു ഫർണിച്ചർ ബ്രാൻഡാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ഫർണിച്ചർ ബ്രാൻഡിന് നമ്മൾ ഏതൊക്കെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തൊരു സിസ്റ്റമാറ്റിക് ആക്കി വെക്കും. നമ്മളുടെ വാല്യൂ അറിയുന്ന ആൾക്കാർ, നമ്മളുടെ വാല്യൂ അറിയുന്ന ക്ലയൻസ്, അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. അവർ വിത്തൗട്ട് അവർ ഒരിക്കലും നെഗോഷിയേറ്റ് ചെയ്യുന്നത് വേറെയാണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലി സെയിൽസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഇതിപ്പോൾ നമ്മളാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യും, അത് അവരവരുടെ സ്കില്ല് പോലെ ഇരിക്കും. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് ഇത്ര റേറ്റ്, എനിക്ക് ഇതിനേക്കാളും നല്ല ചീപ്പ് റേറ്റിൽ വേറെ ആളെ കിട്ടുമല്ലോ എന്ന് കമ്പയർ ചെയ്യുന്ന രീതിയിലല്ലോ. ഇങ്ങനെയുള്ള ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ആ ക്ലയൻറ്റിന് നമ്മുടെ വാല്യൂ അറിയില്ല. അത് കൂടുതൽ എടുക്കാണ്ടിരിക്കുന്ന ബെറ്റർ. ബട്ട് PR എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നാളെ ഒരു 100 കമ്പനീസ് ഇവിടെ ഉണ്ടെങ്കിൽ ആ 100 കമ്പനീസിനിടയിൽ നിന്ന് എന്തുകൊണ്ട് സ്റ്റീഫനെ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റീഫൻ്റെ കമ്പനിയുടെ സർവീസ് എടുക്കണം എന്ന് എൻ്റെ ഓഡിയൻസ് ചിന്തിക്കണം, ഞാൻ പറയാതെ ചിന്തിക്കണം. അതാണ് PR ആക്ച്വലി. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു വരുന്ന ഫസ്റ്റ് ക്ലയൻറ്റ് എന്ന് വരുമ്പോൾ അവർക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. നമ്മളൊരു ക്ലയൻറ്റിനെ തേടി പോകുമ്പോൾ പകരം ക്ലയൻറ്റ് ഇങ്ങോട്ട് തേടി വന്നു കഴിഞ്ഞാൽ അവിടെ അവർ നമ്മളവിടെ സ്റ്റിക്ക് ഓൺ ആവും. അവിടെ നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ പ്ലേസ് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണോ അത് കറക്റ്റായിട്ട് അവരിലേക്ക് എത്തിക്കുക. അവർക്കത് ആവശ്യമാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്തിച്ചു കൊടുക്കുക. നമ്പേഴ്സിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അതിൻ്റെ ഒരു ബേസിക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിതുവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പേഴ്സണെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതെൻ്റെ ലീഡായിരിക്കും. അപ്പോൾ ഞാൻ ബിസിനസ് ക്ലോസ് ചെയ്യാന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ മൈൻഡിൽ വന്നത്. പക്ഷേ ഞാൻ സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചിന്തയും എൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ എവിടെയാണെന്നുള്ളത്. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പേഴ്സൺ നല്ലൊരു വാല്യൂ ആയിട്ട് തോന്നി. ഞാൻ കണക്ഷൻസ് ബിൽഡ് ചെയ്തു. ദെൻ ഞങ്ങൾ ആഫ്റ്റർ ആ ബിസിനസ് മീറ്റ് കഴിഞ്ഞിട്ട് വളരെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞങ്ങൾ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ നോർമലി പറയുമല്ലോ, ഒരു പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് ഒന്നിലേക്ക് കുറച്ച് കാശ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യുക. സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് പേപ്പർ പ്ലെയിൻസ് മീഡിയയുടെ ഫൗണ്ടറാണ് സ്റ്റീഫൻ. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ഹായ്, താങ്ക് യു. ഓക്കെ, സ്റ്റീഫൻ്റെ ഒരു ജേണി പറയാമോ? പേപ്പർ പ്ലെയിൻസ് ആക്ച്വലി ഒരു സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് ഫേമാണ്. പേപ്പർ പ്ലെയിൻസിൻ്റെ ഒരു ജേണി എന്ന് പറയാനായിട്ട് 2023 ഞങ്ങളുടെ എൻ്റെ കോളേജ് കംപ്ലീറ്റ് ആവാറാവുന്ന ടൈമിൽ ഒരു തോട്ട് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ നമുക്ക് ആ ടൈമിലൊരു പ്രത്യേക ഗൈഡൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ പ്ലാനോട് ഡ്രോപ്പ് ചെയ്തു. കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു കമ്പനിയിൽ കയറി, ജോബിന് കയറി. അത് ഈ പറഞ്ഞ എനിക്കെന്താ സ്കില്ലില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നീഷ് നോക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, B2B ഞാനവിടെ കണ്ടൊരു മെയിൻ ഗ്യാപ്പാണ് B2B കമ്പനീസിൻ്റെ. അവർക്കൊരു ട്രഡീഷണൽ വേ ഉണ്ടാവും ബിസിനസ് ചെയ്യാനായിട്ട്, അതിൽ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. പക്ഷേ ഡിജിറ്റലി നോക്കുമ്പോൾ അവർ ഫുള്ളി സീറോ ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പ് കണ്ട് ഞാൻ ഇവിടെ കൊച്ചിയിലുള്ളൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്ത്, ആൻഡ് ഒരു ഫാമിലി കണക്ഷൻസ് ത്രൂ അവരെ അപ്രോച്ച് ചെയ്തു. പിന്നെ ഫൗണ്ടറായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ ഡയറക്റ്റ് പ്ലേസ് ചെയ്ത് എൻ്റെ കാര്യമാണ്. സോ എനിക്കൊരു ജോബ് വേണമെന്നുള്ള രീതിയിൽ ഞാൻ ഡയറക്റ്റ് അവിടുത്തെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം എടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ആ സമയത്താണ് എന്ത് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് എന്ന് ആലോചിക്കണം. സോ ഇതിനും ബിഫോറായിട്ട് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു 1 month കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 1 month കൊണ്ട് BBA
സോ അത് പാഷനായിട്ട് പോയതല്ല. ഞാൻ എല്ലാം ഒരു സിറ്റുവേഷൻസ് വരും. ആ സമയത്ത് ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയയോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഉസ്താദ് ഹോട്ടൽ കണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിന് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് പറ്റിയ പണിയല്ല, അത് മനസ്സിലാക്കിയിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നെ BBA പോയത്. എന്തെങ്കിലും ഒരു ഡിഗ്രി വേണം, എന്നാലും എന്തെങ്കിലും ജോലി കിട്ടുള്ളൂ. ഈ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. സോ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വന്നതാണ് ഞാൻ ഈ ഡിജിറ്റൽ ഫീൽഡിലോട്ട്. ആൻഡ് അവിടെ നിന്ന് ഈ കമ്പനീനെ അപ്രോച്ച് ചെയ്ത സമയത്ത് അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. സോ ഒരു 2 monthsലേക്ക് അവരെന്നെ അപ്പോയിൻറ്റ് ചെയ്തു. 2 months കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞു പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് നോക്കാം, അല്ലെങ്കിൽ നോക്കില്ല എന്നുള്ള രീതിയിൽ ഫൗണ്ടർ എൻ്റെ സംസാരിച്ചു. സോ അതെനിക്കൊരു വാശിയായിരുന്നു ആക്ച്വലി. ഓക്കെ, അതെ അതെ അതെ. കാരണം അത് ഭയങ്കര ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ആ സമയത്ത്. ചലഞ്ച്, അതെ. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് മാക്സിമം ബെസ്റ്റ് കൊടുക്കുക. തിൻ 1 month അല്ലെങ്കിൽ ഒരു 1 and 2 months ഉള്ളിൽ തന്നെ ഞാൻ നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റും എനിക്ക് ഇനീഷ്യൽ ലെവലിൽ. അപ്പോൾ ഇനീഷ്യൽ ലെവലിൽ അത് കൊടുത്തപ്പോൾ എന്നെ ഡയറക്റ്റ് അപ്പോയിൻറ്റ് ചെയ്തു. ഒരു സോഷ്യൽ മീഡിയ മാനേജറായിട്ടാണ് ഞാൻ കയറിയതെങ്കിലും എനിക്ക് വന്നപ്പോൾ മാർക്കറ്റിംഗ് ഫുൾ ഓവറോൾ ഹാൻഡിൽ ചെയ്ത് ഞാനായി ആ കമ്പനിയുടെ. ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. സോ ഒരു ഫ്രഷറിനും ഒരിക്കലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഫുള്ളി മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനും വെച്ചിട്ടായിരുന്നു, ടീമൊക്കെ വെച്ചിട്ടായിരുന്നു. സോ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 1 year വർക്ക് ചെയ്തു. ആ ഒരു ഇൻസൈറ്റ്സ് ഭയങ്കരമായിരുന്നു. സോ ആ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഓരോ കാര്യങ്ങളും പുതുതായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, അല്ലാതെ നമ്മൾ വരിക പണി ചെയ്യുക പോവുക എന്നുള്ള ലെവലല്ല. ഓരോന്ന് പഠിപ്പിക്കും, നമ്മളത് പഠിച്ചെടുക്കും. സോ ഒരു ഭയങ്കര കംഫേർട്ട് സോണായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 1 year കഴിയാറായ സമയത്താണ് എനിക്കൊരു പ്രോപ്പർ ഗ്രോത്ത് എന്ന് പറയാനായിട്ട് ഇല്ല. ഫിനാൻഷ്യലി ആണെങ്കിലും ഇല്ല, കരിയർ വൈസ് നോക്കിക്കഴിഞ്ഞാലും വർക്കുകൾ കുറവാണ്. കാരണം ഒരു കമ്പനിയുടെ തന്നെ മാർക്കറ്റിംഗ് കാര്യങ്ങളാണ്. അത് 1 വർഷം കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലോ മനസ്സിലാവും, അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. സോ അത് എനിക്കൊരു ഗ്രോത്ത് ഇല്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു, റിസൈൻ ചെയ്തു. ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് പേപ്പർ പ്ലെയിൻസിലോട്ട് വരുന്നത്. സോ പേപ്പർ പ്ലെയിൻസിലോട്ട് വരുന്ന സമയത്തും എൻ്റെ ഫ്രണ്ടിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് ചെയ്യുന്നത് നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സ്കില്ല് എന്താ, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റലിൽ എനിക്ക് ഒരു സ്കില്ലുണ്ട്, ദെൻ നോളജ് ഉണ്ട്. ഓക്കെ, നോട്ട് ലൈക്ക് എ പ്രോ, ഒരു നോളജ് ഉണ്ട്. ദെൻ പിന്നെ ചെയ്യുന്നത് എന്താ, ഒരു ഈസിയസ്റ്റ് വേയിൽ നോക്കിക്കഴിയുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളാണ് സെലിബ്രിറ്റി മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സെലിബ്രിറ്റി മാനേജ്മെൻറ്റിൽ കുറേ അധികം സെക്ടേഴ്സ് പോകുന്നുണ്ട്. അല്ലാതെ ഒരു ഈവെൻറ്റിന് നമ്മളൊരു സെലിബ്രിറ്റിനെ കൊണ്ടുപോകുന്നത് മാത്രമല്ല. ഓക്കെ ഓക്കെ, അതൊന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ, എന്താണ് ഈ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് പറഞ്ഞാൽ? ഇപ്പോൾ മെയിൻലി കുറേ അധികം ഇപ്പോൾ ഒരു ബ്രാൻഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ബിൽഡ് ചെയ്യും, ആ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യും. സീറോന്ന് നമ്മൾ അവരെ അവരുദ്ദേശിക്കുന്ന ഗോളിലേക്ക് എത്തിക്കും. ആ സെയിം തിങ് തന്നെയാണ്. സീറോന്ന് നമ്മൾ അവരുദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് അവരെ ബിൽഡ് ചെയ്യും. പിന്നെ അതുമാത്രമല്ല, അതിൽ കുറേ അധികം വേറെ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസ് എവിടെയെങ്കിലും കോസ്മെറ്റിക്സ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നയൻതാരയ്ക്ക് വേറെ ബ്രാൻഡ് ഉണ്ട്, ആൻഡ് കീർത്തി സുരേഷ്, അങ്ങനെ ഇങ്ങനെ ഓരോരോ ആൾക്കാരുണ്ടല്ലോ. സോ അവർക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് ഐഡിയയിലോട്ട് മാറണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോട്ട് വരുമ്പോൾ നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്ത് അവരെ ഗൈഡ് ചെയ്യും. ആൻഡ് സോ കുറേ അധികം സബ് ടോപ്പിക്സ് വരുന്നുണ്ട് സെലിബ്രിറ്റി മാനേജ്മെൻറ്റിൽ. സോ നോർമലി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഈവെൻറ്റിന് കൊണ്ടുപോകുക സെലിബ്രിറ്റീനെ. ഓക്കെ, അതാണ് സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് നോർമലി ഉള്ള തോട്ട്. അപ്പോൾ അതിൽ കൂടുതൽ കുറേ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, ഇത് ഡയറക്റ്റ് ജസ്റ്റ് വെറുതെ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താണല്ലോ പണി. ഇതല്ല, ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉള്ള കാര്യം നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. സെയിം തന്നെ എല്ലാവരും സെലിബ്രിറ്റി ആണെങ്കിൽ അവരിങ്ങനെ ലൈവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു PR ഭയങ്കര ഒരു ആവശ്യം ഇതിനകത്ത് വരുന്നൊരു സംഭവം തന്നെ. നമ്മൾ അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റി PR-ലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്. യെസ്. സോ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച്. പിന്നെ ചിന്തിക്കുന്നതിനൊരു തോട്ടും കൂടി വരാൻ കാരണം, ലവകുശ ഫിലിം കണ്ടിട്ടുണ്ടോ? അതിൽ അജു വർഗീസിലൊരു ഡയലോഗ് ഉണ്ട്, നീരജ് മാധവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെലിബ്രിറ്റിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു സെലിബ്രിറ്റി പേജ് മാനേജ്മെന്റ്,
ஆன்லைன் ப்ரமோஷன்ஸ் ஸோ அண்ட் ஸோ. அப்படின்னா இந்த ஆக்டர்ஸோட ஃபேஸ்புக் பேஜ் எல்லாம் மேனேஜ் பண்ணுறது தானே? ஆமாம் ஆமாம். അപ്പോൾ ഈ ഒരു ഡയലോഗ് എൻ്റെ മൈൻഡിൽ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു കുറേ കാലം. അപ്പം ഞാൻ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയയിലോട്ട് ഞാൻ പോയത്. അവിടെ നിന്ന് എൻ്റെ ഓരോ സ്റ്റെപ്സ് ഞാൻ ഡെവലപ്പ് ചെയ്ത് കണക്ഷൻസ് ബിൽഡ് ചെയ്ത് ഓരോന്നിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പേപ്പർ പ്ലെയിൻസ് ഓൾമോസ്റ്റ് ഫോമായി വന്നു. ആൻഡ് പേപ്പർ പ്ലെയിൻസിൻ്റെ ഇപ്പോൾ പേപ്പർ പ്ലെയിൻസിന് അധികം ആക്ച്വലി കുറേ സർവീസസ് ഉണ്ട്, കുറച്ച് ബിസിനസ് ഉണ്ട്. ബട്ട് അതൊന്നും നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. പേപ്പർ പ്ലെയിൻസ് എന്താണോ കോർ സർവീസ് നമ്മുടെ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ്, അതിൽ മാത്രമാണ് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ പേപ്പർ പ്ലെയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയർ ആയിട്ടുള്ളൂ. എന്നാലും ബ്രേക്ക് ഈവൻ എല്ലാ ഒരു കമ്പനി ആണെങ്കിലും 3 years എന്തായാലും എടുക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു ബ്രേക്ക് ഈവൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. സിസ്റ്റം പ്രോസസ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്നാലും നമ്മളത് ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ കാര്യങ്ങൾ വരണം. അതെ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ PR-ലാണെങ്കിലും കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള മാറ്റങ്ങളല്ല ഇപ്പോൾ ഡേ ടു ഡേ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പുതിയ കുറേ കാര്യങ്ങളും നമ്മൾ 2030 എങ്ങനെയായിരിക്കും ആ ഒരു രീതിയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പോഡ്കാസ്റ്റ് വെച്ച് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അതെ. ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഫേസ് ചെയ്ത മെയിൻ ചലഞ്ചസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉള്ള ചലഞ്ചസ് കുറേ ഉണ്ട്. മെയിൻ തിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആരും ഒറ്റ പേഴ്സൺ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. സോ അത് നമ്മുടെ റിക്വസ്റ്റിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അത് മാക്സിമം അടുപ്പിക്കും ബിസിനസ്സിലോട്ട് ഇറങ്ങുക. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ ഒരു ഇതുണ്ട്. ഞാൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഞാൻ ഫുള്ളി പറയുന്നില്ല. എനിക്ക് മെൻറ്റേഴ്സ് കുറേ പേരുണ്ടായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് 10% ഉണ്ടാവുള്ളൂ. യെസ്. ഞാൻ എൻ്റെ നമ്മൾ സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണ്, മെയിനായിട്ട് ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണ്. പക്ഷേ ഈവൻ എൻ്റെ ബ്രദേഴ്സിനെ അറിയാം. എൻ്റെ ബ്രദേഴ്സാണ് എൻ്റെ ഡയറക്ടേഴ്സ്. സോ ഒരു കസിൻ ബ്രദറുണ്ട് ആൻഡ് എൻ്റെ ഓൺ ബ്രദറുണ്ട്. സോ ഞങ്ങൾ 3 ഡയറക്ടേഴ്സാണ്. സോ അവർക്ക് ഐഡിയ കൺവിൻസിങ് ആണ്. അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും. ഓരോ ഓപ്പറേഷൻസ് ആണെങ്കിലും ബാക്കിയുള്ള ഓരോ കാര്യങ്ങളാണെങ്കിലും അവരതിൽ നോക്കുന്നുണ്ട്. ആൻഡ് പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് നമ്മളുടെ സോഷ്യലിയാണ്, അത് പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡും കൂടിയാണ്. ഇപ്പോൾ സാച്ചുറേറ്റഡ് വേൾഡിനാണെന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് ഭയങ്കര ഉണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൊളാബറേഷനുള്ള രീതിയിൽ പോകുന്നുണ്ടെങ്കിലും ലൈക്ക് കോമ്പറ്റീഷൻസ് ഉണ്ട്. ബട്ട് 100% നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും എന്താ പറയുക, വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെയിൻ അക്സെപ്റ്റൻസ് കിട്ടി. പേപ്പർ പ്ലെയിൻസിന് വിത്തിൻ 1 year നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടി. അത് എന്നെ സംബന്ധിച്ചുള്ളൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഏതൊരു കോൺക്ലേവിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പേര് പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ അറിയില്ലെങ്കിലും പേപ്പർ പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പ്ലേസ് ആവുന്നുണ്ട്. ഓൾറെഡി എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ നമ്മൾക്ക് ഓക്കെ വിത്തിൻ 1 year നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയ കാര്യമാണ്. അതെ. ബ്രാൻഡ് പൊസിഷനിങ് തന്നെ ഞാനും അതിൽ തന്നെ ഞാൻ ഇനീഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്തത്. ഞാൻ ലാസ്റ്റ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇനീഷ്യൽ സെയിൽസിൽ എനിക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കുറേ നോക്കിയപ്പോൾ വന്ന തടസ്സങ്ങൾ, ഒരു പുതിയ ബ്രാൻഡിനെ സംബന്ധിച്ചോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്ലയൻറ്റ് എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുക. പോർട്ട്ഫോളിയോ ചോദിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് വർക്കുകൾ ചോദിക്കും, കേസ് സ്റ്റഡീസ് ചോദിക്കും. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ആകെ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രാൻഡ് ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ പ്ലേസ് ചെയ്യണം, പൊസിഷൻ ചെയ്യണം. ഇതിൽ നമ്മൾ ടോപ്പാണെന്നുള്ള രീതിയിൽ പൊസിഷൻ ചെയ്യണം. ഇതാണ് ആക്ച്വലി PR. ഓക്കെ, നമ്മളുടെ ഐഡിയാസ്, നമ്മൾ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യണം, നമ്മൾക്കുള്ള നോളജ് ഷെയർ ചെയ്യണം. സോ അതിന് നമ്മൾ ഒരാളുടെ സൊല്യൂഷൻ, ഒരാൾക്കുള്ള ഇഷ്യൂയുടെ സൊല്യൂഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിൻ്റെ ഒരു മെൻറ്ററായി മാറി. സോ അവിടെ നമ്മൾ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഒന്നും പ്രതീക്ഷയില്ലെങ്കിൽ പോലും അവിടെ ഒരു ഇൻഡയറക്റ്റ് കമ്മിറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ആ പേഴ്സൺ ഒരു നീഡ് വരുമ്പോൾ ഫസ്റ്റ് അവർ ചൂസ് ചെയ്യുന്നത് നമ്മളെ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് ഞാനും വർക്ക് ചെയ്തത്. ഞാൻ ഇനീഷ്യലി ആണെങ്കിലും സെലിബ്രിറ്റീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഒരു 10 million നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു 1 million ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയും. കിട്ടുന്നില്ല. മണി ഈസ് ഇമ്പോർട്ടൻറ്റ്.
മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതെ 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 അതെ, മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മണി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ കിട്ടില്ല. നമ്മൾ ചെയ്യുന്നതിൽ പാഷനേറ്റ് ആയിട്ട് ചെയ്യണം, എന്നാലേ അതിനൊരു സൊല്യൂഷനും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പൈസയുടെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബ്രാൻഡ് പൊസിഷൻ ചെയ്യുകയൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർ നമ്മളെവിടെ എത്തി എന്നുള്ളൊരു ലെവലിലൊക്കെ ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്തുള്ളത് നമുക്കേ അറിയാവുള്ളൂ. അതെ അതെ അതെ, നമ്മൾ ചില ബൂട്ട് സ്റ്റാർട്ടിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഫണ്ട് നമ്മൾ ഫുള്ളി റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ, ഫിനാൻഷ്യലി ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കാരണം ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ല, ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനീനെ സംബന്ധിച്ചോളം അവർക്കതൊരു വലിയ കാര്യമാണ്. അവർ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതൊരു വലിയ അച്ചീവ്മെൻറ്റ് പോലെ കൊണ്ടുവന്ന. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഒരു നോർമൽ പേഴ്സണ് പണ്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും, അത് 100% ഷുവറാണ്. ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ കാര്യം. പക്ഷേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നാത്തതല്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് പുറത്ത് നിൽക്കുന്ന ഒരു പേഴ്സണിന് ചിലപ്പോൾ മനസ്സിലാവില്ല. അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ ഓടുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു ഗോളിലേക്ക് എത്താനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അത് ഭയങ്കര നമ്മൾ ഉണ്ടാവില്ല എന്നല്ല, ചിലപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് മോസ്റ്റ്ലി വരുന്നത്. അതിനും പോയിന്റ് ഉണ്ട്. പക്ഷെ പുറത്ത് നോക്കുന്ന ഒരു പേഴ്സൺ അവർ വിചാരിക്കും ഇവൻ ബിസിനസ് തുടങ്ങി, ഇവന് കുറേ ഫണ്ട് കിട്ടി, പക്ഷെ ഇവൻ ഇപ്പോൾ വലിയ ആളായി, ഇവൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള ലെവലിൽ പോകുന്നത്. ഇതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സീറോയിൽ സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തി അവൻ്റെ അല്ലെങ്കിൽ ഒരു 30,000 40,000 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവൻ അതിൻ്റെതായ എക്സ്പെൻസ് ഇനീഷ്യലി വരും. അത് കുറച്ച് കാലം പോകുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എവിടെ നിന്നെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യണം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ മേ ബി നമുക്കൊരു എക്സാമ്പിൾ ഒരു 50 lakhs റേസ് ചെയ്തെന്ന് വയ്ക്കാം. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീനെ സംബന്ധിച്ചോളം ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ആ കമ്പനി റാൻഡമായിട്ട് ഇപ്പോൾ ഹനിക്കടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എനിക്കൊരു 50 lakhs വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിശ്വസിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇൻവെസ്റ്റർ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഈ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് വൺസ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ 50 lakhs ഒരു ബേസിക് കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 years എടുക്കാം. 2 വർഷത്തിൽ റിട്ടേൺ ചെയ്യണം 1.5x. ഓക്കെ, അപ്പോൾ 1.5x എന്ന് പറയുമ്പോൾ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് 75 lakhs, 50 lakhs 75 lakhs റിട്ടേൺ ചെയ്യണം ഇൻ 2 years. അത് ഒന്നും കൂടെ നോക്കിക്കഴിയുന്ന സമയത്ത് ഈ 75 lakhs 2 years റിട്ടേൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഇവൻ വർക്ക് ചെയ്യേണ്ട രീതി വന്നിട്ട് ഒരു 10 ക്ലയൻറ്റ് ഒരു 40,000. ഇപ്പോൾ സർവീസ് ഉണ്ട് ഒരു 40,000 to 50,000 ആണ് ഇപ്പോൾ സർവീസ് റേറ്റ് ഞാൻ കൊടുക്കുന്ന ഒരു സർവീസ് എങ്കിൽ എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് എമൗണ്ട് ഒരു 40,000 എടുക്കാം. ആ 40,000 വെച്ചിട്ട് എനിക്കൊരു 10 പൊട്ടൻഷ്യൽ ക്ലയൻസിനെ മന്ത്ലി ഞാൻ കൊണ്ടുവന്നാൽ മാത്രം, മേ ബി അത് റിക്കറിങ് ആയിരിക്കാം അല്ലെങ്കിൽ വൺ ടൈം ആയിരിക്കാം. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നാൽ മാത്രമാണ് എനിക്ക് ഒരു വർഷം 48 lakhs നിയർ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നെറ്റ് പ്രോഫിറ്റ് അല്ല, റവന്യൂ ആണ്, അത് ആലോചിക്കണം. സോ ഈ റവന്യൂ 48 lakhs റവന്യൂ വന്നു കഴിയുമ്പോൾ ഇത് അതെ എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി എക്സ്പെൻസ് ഈ ഇനീഷ്യലി റേസ് ചെയ്യുന്ന 50 lakhs പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 പേരുള്ള ടീം ഉണ്ടെങ്കിൽ തന്നെ 6 months സാലറി തന്നെ എബവ് 20 lakh പോകും. ആൻഡ് അത് മാത്രമല്ല സെയിൽസ്, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ് ആൻഡ് ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ അത് മിസ്ലിനിയസ് എക്സ്പെൻസ് ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു 50 lakhs അത് പാക്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓഫീസ് ബിൽഡ് ചെയ്തെങ്കിൽ പോലും അതെ ഇത് ഓപ്പറേഷൻ ഓഫീസ് ഇല്ലെങ്കിൽ പോലും ഇത് തീരും, ഓപ്പറേഷൻ എക്സ്പെൻസിൽ ഇത് ഫുള്ള് തീരും. അപ്പോൾ ഈ ഒരു എമൗണ്ട് കണ്ടിട്ട് ഇതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞ 75 lakhs. അപ്പം ഫസ്റ്റ് ഇയറിൽ വർക്ക് ചെയ്തു, 10 ക്ലയൻസിനെ ഒരു മാസം ഓൺബോർഡ് ചെയ്തു. അപ്പോൾ 40,000 വെച്ചിട്ട് 10 ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്യുമ്പോൾ 12 മാസം 1 year 48 lakhs ഞാൻ പറഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ ഈ 10 എന്നുള്ളത് മാറ്റിയിട്ട് 15 ആക്കണം. ഒരു മാസം 15 ക്ലയൻറ്റിനെ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം നിയർ 72 lakhs
സംതിങ് 70 to 75. ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഏൺ ചെയ്യാൻ പറ്റും റവന്യൂ, സെക്കൻഡ് ഇയറിൽ റവന്യൂ. ഈ രണ്ട് എമൗണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1.2 CR 2 ഇയേഴ്സിലും കൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന 1.2 CR ജനറേറ്റ് ചെയ്താലും മാത്രമാണ് ഇവിടെ ഇൻവെസ്റ്റർക്ക് 75 lakhs റിട്ടേൺ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എമൗണ്ടാണ് ഇവന് നെറ്റ് പ്രോഫിറ്റ്. ഇത് വെച്ചിട്ട് അവന് ബാക്കിയുള്ള ബിസിനസ് പ്ലാൻ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്പനീനെ സംബന്ധിച്ചോളം ചിലപ്പോൾ ക്ലയൻസ് നെഗോഷിയേറ്റ് ചെയ്യും, ഉറപ്പായിട്ടും നെഗോഷിയേറ്റ് ചെയ്യും. അതും ഈ 40,000 നമുക്കൊരു 3 to 5 ക്ലയൻസിനെ കിട്ടണമെങ്കിൽ നമ്മളൊരു 200 to 300 ലീഡ്സ് ജനറേറ്റ് ചെയ്യണം. അതെ, 5% 2 to 5% കൺവേർഷൻ വൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതെ, ഈ 300 ലീഡ്സ് ജനറേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കോൺടാക്ട് കഴിഞ്ഞ് ആൻഡ് ഫസ്റ്റ് ഫോളോ അപ്പ്, സെക്കൻഡ് ഫോളോ അപ്പ്, തേർഡ് ഫോളോ അപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു 50 to 70 ലീഡ്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് മീറ്റിംഗ്, സെക്കൻഡ് മീറ്റിംഗ് കഴിയുമ്പോൾ മേ ബി ഒരു എന്താ പറയുക 20-30 ലീഡ്സ് മാത്രമായിരിക്കും വരിക. അതിലും പൊട്ടൻഷ്യലായിട്ട് ക്ലോസ് ആവുന്നത് ഈ പറഞ്ഞ 3, 4, 5 ലീഡ്സ് മാത്രമാണ്. ഈ 5 ലീഡ്സ് ഓൺബോർഡ് ചെയ്യാനായിട്ട് 300 ലീഡ്സ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഒരു മാസം 10 പേരെ ഓൺബോർഡ് ചെയ്യാനായിട്ട്, അതും ഈ 40,000 റുപ്പീസിൽ ഓൺബോർഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേഴ്സൺ ചെയ്യുന്നത് വലിയ കാര്യമാണ്. അവൻ ലൈഫിൽ വലിയ റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്തു. ഓക്കെ, അവൻ്റെ ഉറക്കം കളയുന്നുണ്ട് ദിവസം, ആൻഡ് അവൻ്റെ സമാധാനം അവൻ കളയുന്നുണ്ട്. അവൻ്റെ ഗോളിന് വേണ്ടി അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചില സമയത്ത് അവൻ്റെ ഒരു നല്ല ഡ്രസ്സ് പോലും അവൻ വാങ്ങിയിട്ടുണ്ടായി വരില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഒരു 1000 രൂപ വരെ അത് അവൻ്റെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവനെ അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആഫ്റ്റർ 2 years ഇവൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? പിന്നെ അതിൽ വലിയൊരു വേറെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീനെ സംബന്ധിച്ചോളം ഒരു കമ്പനി തുടങ്ങുമ്പോഴേക്കും ഇവൻ വലിയ ആളായെന്ന് പറയുന്നതിൽ കാര്യമില്ല. പകരം ഇങ്ങനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സിറ്റുവേഷൻ. ഏതൊരു കമ്പനിയിലും ഒരു 3 years എങ്കിലും എടുക്കും അതൊന്നും ബ്രേക്ക് ചെയ്യാനായിട്ട്. അതെ, അതിന് ശേഷം പിന്നെ യെസ്, ഞാൻ നോർമൽ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നോർമൽ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം ഇപ്പോൾ 1000 കോടിക്കും 500 കോടിക്കും എല്ലാം തുടങ്ങുന്ന സ്റ്റാർട്ടപ്സ് ഉണ്ട്. അത് അവരെ സംബന്ധിച്ചോളം അത് വിഷയമില്ല, കാരണം അവരുടെ പ്രോഡക്റ്റ് അതുപോലെയാണ്. ഓക്കെ, കാരണം മാർക്കറ്റ് വാല്യൂം അതുപോലെയുണ്ട്, അവർക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു നോർമൽ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറഞ്ഞു. 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. ഇത്രയും വലിയ പ്രഷർ, ഇത്രയും വലിയ ലൈഫിൽ റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവനെന്താ സമാധാനം കിട്ടണം. ഓക്കെ, ഈ ഒരു രീതിയിൽ അതെ അതെ അതെ. സോ നമ്മളൊരാളെ അസ്യൂം ചെയ്യുന്നതിന് മുമ്പ്, ഒരാളെ നമ്മളൊരു നെഗറ്റീവ് പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിൽ തോന്നിയത് നമുക്കൊന്ന് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം 90% പ്രശ്നങ്ങളും സോൾവ് ആവുമെന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് പേഴ്സണലി. എൻ്റെ ഗോൾ ഇതാണ്, ഞാനിനി വേറെ പണിക്ക് പോകില്ല. ഒരു ഇത് ചിലപ്പോൾ ചിലർക്ക് ഓപ്പണായി പറയാൻ പറ്റില്ല. എൻ്റെ ഒരു സ്റ്റേജിലൊക്കെ ഈവൻ ദോ ഫസ്റ്റ് ടൈം ചിലപ്പോൾ എനിക്ക് ഇത്രയും നാൾ ചിലപ്പോൾ എനിക്ക് റവന്യൂ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളത് മാനേജ് ചെയ്യണം, ഞാനത് രക്ഷപ്പെടും, ഇത്ര ടൈം എടുക്കും, ചിലപ്പോൾ 3 years ഒക്കെ എടുക്കും. ആ ഒരു റിസ്ക് ഞാൻ ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാവുന്ന രീതിയിൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ. പക്ഷേ അത് ഇവിടെ വേറൊരു പോയിന്റ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഫൗണ്ടറിനെ സംബന്ധിച്ചോളം അവൻ്റെ ലൈഫിൽ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക്കാണ്. എൻ്റെ പോലെ മൈൻഡ് സെറ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കൊരു നീഡ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു പേഴ്സൺ അടുത്ത് ചോദിക്കില്ല എന്ന് പറയാൻ കാരണം ഒന്നുമില്ല. ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഭയങ്കര ബ്രോക്കായിരിക്കുകയാണെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് ഹൗസ് എവറിത്തിങ് അല്ലെങ്കിൽ എന്താണ് വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ ആം ഗ്രേറ്റ്. ഓക്കെ, കാരണം അവിടെ ഞാൻ എന്നെ വിട്ടുകൊടുക്കില്ല അത്രയും. അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, എന്നെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത ആൾക്കാരുണ്ട്. സോ അവരുടെ കയ്യിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ അത് വേറെ രീതിയിലാണ്. അല്ലാതെ അവിടെ വേറൊരു ടോക്ക് വരും, ഇവൻ കമ്പനി തുടങ്ങിയിട്ട് ഇവന് വീണ്ടും പൈസ ആവശ്യമുണ്ട്, ഇവൻ നമ്മുടെ ഒന്നും പൈസ ചോദിക്കുന്നു, ഇങ്ങനെയും വരും. അപ്പം ഞാൻ മോസ്റ്റ്ലി എൻ്റെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഞാൻ ഫിനാൻഷ്യൽ ഹെൽപ്പൊന്നും ചോദിച്ചിട്ടില്ല. ആക്ച്വലി ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ആൻഡ് ഞാൻ തന്നെ ഫുള്ളി മാനേജ് ചെയ്ത് പോയിട്ടാണുള്ളത്.
എല്ലാ കാര്യങ്ങളും. സോ നമുക്കൊരു ഗോളുണ്ട്, നമ്മളത് അച്ചീവ് ചെയ്യുന്നുള്ള 100% ഷുവറാണ്. അതിന് കുറച്ച് ടൈം വേണം, പക്ഷെ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു നമുക്കില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. ആ സമയത്ത് നമ്മളിൽ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു രീതിയിൽ മാറ്റി വെച്ചതായിരിക്കാം. ഈ 1000 റുപ്പീസ് പറഞ്ഞാൽ അത്രയും വാല്യൂ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പലതും മാറ്റി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വീട്ടുകാരുടെ ഫാമിലി സൈഡിലൊക്കെ നോക്കുമ്പോൾ ഒരു ജോബിനും പോയാൽ സേഫ് സാലറി കിട്ടും എന്നുള്ള ചിന്തയായിരിക്കും വരുന്നത്. പക്ഷെ നമ്മുടെ ഗോൾ അതല്ലല്ലോ. നമ്മുടെ ഗോൾ അതല്ല. പക്ഷേ ഇനിഷ്യൽ ടൈമിൽ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവുന്ന നെഗറ്റീവ് ബാലൻസ് ഒക്കെ ആയിരിക്കും. ആ ടൈമിൽ എങ്ങനെയായിരുന്നു ചലഞ്ച് ഓവർകം ചെയ്തത്? പലർക്കും ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ അവർ സ്റ്റക്കായി നിൽക്കുന്നത്, പല സ്റ്റാർട്ടപ്പുകളും. സീഫിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ഞാൻ പിന്നെ പറയാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പാഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അത് ടൈം എടുത്താലും ഉണ്ടാവും. ഇപ്പോഴാണെങ്കിലും ചില സമയത്ത് മേ ബി എന്തെങ്കിലും സിറ്റുവേഷൻസ് കാരണം നമുക്ക് ചിലപ്പോൾ ഫണ്ടിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരുമായിരിക്കും. സിറ്റുവേഷൻസ് ഇല്ല, എല്ലാ ബിസിനസ്സും 100% പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. നല്ല പ്രോഫിറ്റിൽ പോയ ബിസിനസ് പൊളിഞ്ഞു പോയിട്ടുള്ള അവസ്ഥകൾ ഇപ്പോഴും ഉണ്ട്, ഡെയിലി ന്യൂസ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ്സിനും ഒരു പീക്ക് ടൈമും ഉണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓവർകം ചെയ്താണെങ്കിലും ഞാൻ സെൽഫായിട്ട് തന്നെ വർക്ക് ചെയ്യും. സെൽഫായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്കറിയാം നമ്മളുടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ് ആരാന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന സംഭവം വെച്ചാൽ, എല്ലാവരും എന്നല്ല, സോറി, ഞാനൊരു കുറച്ച് പേരെ മാത്രം ഒരു ഇതിൽ പറഞ്ഞതാണ്. അവർ ഒന്നില്ലെങ്കിൽ ചെയ്യുന്ന പ്രൈസ് ഭയങ്കരമായിട്ട് കുറവാക്കി കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ബിസിനസ് കിട്ടണമല്ലോ എന്നുള്ള രീതിയിൽ ഒന്ന് ഓക്കെ ക്ലയൻറ്റ് പറയുന്ന എമൗണ്ടിൽ ചെയ്തു കൊടുക്കാം. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ രണ്ടും നെഗറ്റീവാണ്. ക്ലയൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഓക്കെ ഇവർ നന്നായി ചെയ്യും എന്നാൽ ഞാൻ പറയുന്ന എമൗണ്ടിലാണെങ്കിലും, ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ബിസിനസ് 15,000 എങ്കിൽ 15,000 വേണം എന്നുള്ള ഒരു ആവശ്യം കൊണ്ടാണ് അവരത് എടുക്കുന്നത്. പക്ഷെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും നല്ല രീതിയിൽ. അത് ഈ പറഞ്ഞ ബ്രാൻഡിനെയും ബാധിക്കും, പേഴ്സണലി ബാധിക്കും. നമ്മളുടെ വിഷൻ എന്താണോ അത് എന്താ പറയുക തടസ്സം വരാനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരും, ഹെഡേക്ക് വരും നല്ല രീതിയിൽ. അതിനേക്കാളും ബെറ്റർ നമ്മുടെ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ് ആരാണെന്ന് കണ്ടുപിടിക്കുക, അവർക്ക് നമ്മൾ സർവീസ് കൊടുക്കുക. ഇപ്പോൾ ഇഫ് സംതിങ് ഈസ് ഫ്രീ അതിനൊരു വാല്യൂ ഇല്ല. ഈ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ ആൾക്കാരുടെ പിറകിലായിരിക്കും പോകുന്നത്, മാർക്കറ്റിൽ ടോപ്പ് ആൾക്കാരുടെ പിറകിൽ. പക്ഷെ അതായിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ്. അതൊന്ന് മനസ്സിലാക്കണം. നമ്മളുടെ സർവീസ് പ്ലേസ് ചെയ്യുമ്പോൾ അവൻ അതിൻ്റെ വാല്യൂ മനസ്സിലാവണം. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ എടുത്ത് ഞാൻ റീസെൻ്റ്ലി ഞാൻ പേരൊന്നും പറയുന്നില്ല, ഓക്കെ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സംസാരിച്ചു. എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്താണ്. സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു അവർക്ക് ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. സോ അവർ പറഞ്ഞ എമൗണ്ട് വളരെ ലോയാണ്, ഞാൻ എമൗണ്ടൊന്നും പറയുന്നില്ല, വളരെ ലോയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു വർക്ക് എടുക്കില്ല. കാരണം നമുക്കത് എടുത്തിട്ട് അവരുടെ എന്താ പറയുക അവരുദ്ദേശിക്കുന്ന റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല ആ എമൗണ്ടിൽ. നെഗറ്റീവ് വരും, പിന്നെ നമ്മളുടെ ബ്രാൻഡ് നെയിം അവിടെ പോകും. അപ്പോൾ അതിനേക്കാളും നമുക്ക് ആ വർക്ക് എടുക്കാതിരിക്കുന്നത് ബെറ്റർ. പക്ഷേ അത്രയും പേഴ്സണൽ കണക്ഷൻ ആയതുകൊണ്ട് മാത്രം നമ്മൾ ആ വർക്ക് എടുത്തു ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ടീമിനോട് പറഞ്ഞു നിങ്ങൾ വർക്ക് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ടീം വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അവർ പറഞ്ഞ എമൗണ്ടിനേക്കാളും 3x നമ്മൾ വർക്ക് ചെയ്തത്. ലാസ്റ്റ് അതും ഒരു പുതിയ ബ്രാൻഡാണ്. അവർ വന്ന് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് മന്ത് തന്നെ റിസൾട്ട് ചോദിക്കുന്ന രീതിയിൽ. നമുക്ക് ഒരിക്കലും ഒരു മാർക്കറ്റിംഗ് ആണെങ്കിലും എന്തായാലും ഇറ്റ്സ് ടേക്ക് ടൈം. അത് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഞാനപ്പോൾ ഓപ്പണായി പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇതാണ് കാര്യം. സോ നമ്മുടെ വാല്യൂ നമ്മൾ ഇത്രയും എൻ്റെ ടീം ഇത്രയും വർക്ക് ചെയ്തിട്ട് ഇപ്പം എൻ്റെ ടൈം പോയാലും ഞാൻ ചിന്തിക്കുന്നത് ടീമിനെ ഇതിൽ ഇൻവോൾവ് ചെയ്ത് അവർ ഇത്രയും ഒരു മാസം ഇരുന്ന് വർക്ക് ചെയ്തിട്ട് വീണ്ടും ആ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര നെഗറ്റീവാണ്. അവിടെ നമ്മൾ അതിലും കൂടുതൽ വർക്ക് ചെയ്തു. കാരണം നമ്മൾ ആ മണി കണ്ടിട്ടല്ല, അല്ലെങ്കിൽ ആ പേഴ്സണിനെ നമ്മളൊരു കണക്ഷൻ ഉണ്ടല്ലോ. ഞാൻ കൂടുതലും ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ബന്ധമാണ് എല്ലായിടത്തും എനിക്ക് സക്സസ് തന്നിരിക്കുന്നത് പല സ്ഥലത്ത്. ഈവൻ എന്തോ സെലിബ്രിറ്റീസിൻ്റെ ഇടയിലാണെങ്കിലും ഇൻഫ്ലുവൻസ് ആണെങ്കിലും ഞാൻ കൂടുതലും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാനും ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ വർക്കിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെ ക്ലയൻസ് ഉണ്ട്, അവരെ ടോക്സിക് ക്ലയൻസ് എന്ന് പറയും. ഓക്കെ, സോ ഇത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അല്ല.
ക്ലയൻസിനും നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ആസ് എ ക്ലയൻറ്റ് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ സെയിം വാല്യൂ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ആസ് ആൻ ഏജൻസി. ഓക്കെ, സോ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് കിട്ടും. ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മൾ ആ വർക്ക് ഡ്രോപ്പ് ചെയ്തു. കാരണം നമുക്കും അത് പറ്റില്ല, ഹെഡേക്കാണ്. സോ നമ്മൾ ആ വർക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ വാല്യൂ അറിയുന്ന ആൾക്കാർ, നമ്മളുടെ വാല്യൂ അറിയുന്ന ക്ലയൻറ്റ്സ്, അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. അവർ വിത്തൗട്ട് അവർ ഒരിക്കലും നെഗോഷിയേറ്റ് ചെയ്യുന്നത് വേറെയാണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലി സെയിൽസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഇതിപ്പോൾ നമ്മളാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യും, അത് അവരവരുടെ സ്കില്ല് പോലെ ഇരിക്കും. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് ഇത്ര റേറ്റ്, എനിക്ക് ഇതിനേക്കാളും നല്ല ചീപ്പ് റേറ്റിൽ വേറെ ആളെ കിട്ടുമല്ലോ എന്ന് കമ്പയർ ചെയ്യുന്ന രീതിയിലല്ലോ. ഇങ്ങനെയുള്ള ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ആ ക്ലയൻറ്റിന് നമ്മുടെ വാല്യൂ അറിയില്ല. അത് കൂടുതൽ എടുക്കാണ്ടിരിക്കുന്നത് ബെറ്റർ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റേജിലൊക്കെ ഈ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ബൂട്ട് സ്റ്റാർട്ടിലല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റീഫൻ ചെയ്ത മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് സീറോ ബഡ്ജറ്റിൽ? സീറോ ബഡ്ജറ്റിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡിനെ പ്ലേസ് ചെയ്യുക, പൊസിഷൻ ചെയ്യുക. സോ ഇവിടെയാണ് ആക്ച്വലി ബ്രാൻഡ് PR എന്നുള്ളൊരു സംഭവം വരുന്നത്. പേപ്പർ പ്ലെയിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജൂലൈ കറക്റ്റ് 1 year ആവുന്നില്ല. ജൂണിൽ 1 year ആയി. 1 year ആയ സമയത്ത് എൻ്റെ ഉള്ളിൽ കിട്ടിയ അക്സെപ്റ്റൻസ് ഭയങ്കര രീതിയിലാണ്. ലാസ്റ്റ് ഡേ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയ സമയത്ത് ആണെങ്കിലും അവിടെ പോയി പലരെയും കണ്ടപ്പോൾ നമുക്കറിയില്ല, എല്ലാം റാൻഡമായിട്ടുള്ള ആൾക്കാരാണ്, പലരും റാൻഡമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മളൊന്ന് പരിചയപ്പെട്ട് സംസാരിച്ച് നമ്മുടെ ബ്രാൻഡ് നെയിം പറയുമ്പോഴേക്കും അവർ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പോകാം. അവിടെ തന്നെ നമുക്കൊരു ഭയങ്കര സക്സസ് അത്. സോ അവരവിടെ ഫെമിലിയറാണ്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു വരുന്ന ഫസ്റ്റ് ക്ലയൻറ്റ് എന്ന് വരുമ്പോൾ അവർക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. നമ്മളൊരു ക്ലയൻറ്റിനെ തേടി പോകുമ്പോൾ പകരം ക്ലയൻറ്റ്സ് ഇങ്ങോട്ട് തേടി വന്നു കഴിഞ്ഞാൽ അവിടെ അവർ നമ്മളവിടെ സ്റ്റിക്ക് ഓൺ ആവും. അവിടെ നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ പ്ലേസ് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണോ അത് കറക്റ്റായിട്ട് അവരിലേക്ക് എത്തിക്കുക. അവർക്കത് ആവശ്യമാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്തിച്ചു കൊടുക്കുക. സോ ഞാൻ പേപ്പർ പ്ലെയിൻസിനെ എല്ലായിടത്തും പ്ലേസ് ചെയ്യാൻ തുടങ്ങി, എല്ലായിടത്തും പേപ്പർ പ്ലെയിൻസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നെയിം പറയുന്നില്ല. സോ ആ പേഴ്സൺ അവർ ചെയ്തൊരു കാര്യമാണ്, ഇനീഷ്യൽ സ്റ്റേജിൽ അവരാണ് കമ്പനിയുടെ ഫൗണ്ടേഴ്സ്. പക്ഷേ ഇവർ പറഞ്ഞു ആ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് വേറെ എബ്രോഡുള്ള 2 ആൾക്കാരാണ്. ഓക്കെ, ഇവരതിലെ വർക്കേഴ്സാണ് എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്തു ക്ലയൻസിൻ്റെ ഇടയിൽ. അപ്പോൾ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കമ്പനിയാണ്, ഒരു അക്സെപ്റ്റൻസ് കിട്ടി. ഇവർ അവിടെ നിന്ന് സർവീസ് പ്രൊവൈഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് എല്ലാം ചെയ്തപ്പോൾ ക്ലയൻറ്റും ഹാപ്പിയാണ്, ഇവരും ഹാപ്പിയാണ്. പിന്നെ കുറേ കാര്യം കഴിഞ്ഞാൽ അവരൊരു ടോപ്പ് ലെവലിലേക്ക് എത്തിയതിന് ശേഷം അവരുടെയാണ് ബ്രാൻഡ് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങിയത്. ഓക്കെ, പിന്നെ ഞാനാണെങ്കിൽ ഇനീഷ്യൽ ഉടായ്പ എന്നല്ല, നമ്മൾക്കൊരു അക്സെപ്റ്റൻസ് കിട്ടണം. ഒരു മീറ്റിംഗ് നമുക്ക് വലിയ കാര്യം, ഒരു മീറ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞു. ഇപ്പോൾ അതും ഒരു ഫൗണ്ടറിൻ്റെ അടുത്ത് ഒരു മീറ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. സോ ഞാൻ എൻ്റെ ടീമിനെ കൊണ്ട് ഇനീഷ്യലി മെസ്സേജ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളൊരു ഫിയർ ഓഫ് ലൂസിങ് അല്ലെങ്കിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യും ഇമെയിലിൽ. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഇത്ര ഡേയ്സ് തൊട്ട് ഇത്ര ഡേയ്സ് വരെ ഞാൻ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യും. സോ ഈ അർജൻസി കാണുമ്പോൾ ഓക്കെ അവരെന്തായാലും റെഡിയാവും, മീറ്റ് ചെയ്യാൻ റെഡിയാവും. സോ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും അവർക്ക് ഓക്കെ നമ്മളൊരു പുതിയ ബ്രാൻഡാണ്. അപ്പോൾ നമുക്കൊരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ക്ലോസ് ചെയ്യാൻ പറ്റും, അത് 100% ഷുവറാണ്. പക്ഷേ ആ മീറ്റിംഗ് വരെ എത്തണം, അതാണ് പാട്. അതൊരു വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ആ ബ്രാൻഡിലേക്ക് എത്താനായിട്ട് ഭയങ്കര പാടാണ്. സോ ഞങ്ങൾ ഇതുപോലുള്ള കുറച്ച് മാർക്കറ്റിംഗ് രീതികൾ ചെയ്തു, ബ്രാൻഡ് പ്ലേസ് ചെയ്തു. മെയിനായിട്ട് എല്ലാവരുടെ മൈൻഡിലും പേപ്പർ പ്ലെയിൻസ് എന്നുള്ളൊരു നെയിം രജിസ്റ്റർ ചെയ്തു. അതാണ് മെയിനായിട്ട് ചെയ്തത്. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റേഴ്സ് ഒന്നും ചെയ്തിട്ടുണ്ട്, വളരെ കുറവാണ്. അത് നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ടല്ല, നമുക്ക് ക്ലയൻസിൻ്റെ വർക്കുകൾ ഉള്ളതുകൊണ്ട് മാത്രം നമ്മളത് ഡിലേ ആയി പോകുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യണം, അതൊരു സൈഡാണ്. പക്ഷേ ഇൻഡയറക്ട്ലി നമ്മൾ പേപ്പർ പ്ലെയിൻസ് എന്നുള്ള നെയിം പലയിടത്തും മാർക്കറ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, എന്തൊക്കെ ടൂളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്? വാട്സപ്പ്, നെറ്റ്വർക്കിംഗ്,
അല്ലാതെ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? സീറോ ബഡ്ജറ്റിൽ സ്റ്റാർട്ടിങ് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ക്ലയൻസ് ആണ്, ലീഡ്സ് ജനറേഷൻ ആണല്ലോ മെയിൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ടൂൾസ് എല്ലാം യൂസ് ചെയ്യും. ആൻഡ് വാട്സപ്പ് CRM എന്നുള്ള ലെവലിലാണെങ്കിലും പിന്നെ എക്സാക്ട്ലി ലീഡ് സ്ക്രാപ്പിംഗ് ടൂൾസ് ആണെങ്കിലും ഇഷ്ടംപോലെ അവൈലബിൾ ആണല്ലോ ഓൺലൈനിൽ. Apollo.io എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി തോന്നിയ ഒരു ടൂളാണ്. യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഞാൻ ആ ഒരു ടൂള് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് ഒന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി. ആണല്ലേ? ഇനിഷ്യൽ സ്റ്റേജിൽ എന്തായാലും വേണം കോൾ പിച്ചിങ് വേണം. കോൾ പിച്ചിങ് ഉണ്ടെങ്കിൽ അത് ബെറ്ററാണ്. കാരണം നമ്മളൊരു 100 ബ്രാൻഡിനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഒരു 10 പൊട്ടൻഷ്യൽ ആയിരിക്കും. ചിലപ്പോൾ ഈ 10 പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യലി പൊട്ടൻഷ്യൽ ആയിരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ എവിടെയാണോ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാ ബ്രാൻഡ്സിനും ചെയ്യാൻ പറ്റുന്ന കാര്യം കോൾ പിച്ചിങ് ചെയ്യാതെയും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സെയിൽ വരും എന്ന് കാത്തു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്ത് നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതെ, നമ്മളിപ്പോൾ ഈ പൊസിഷൻ ചെയ്യുമ്പം അത് മാത്രമല്ല, നമ്മൾക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടെന്ന് കാണിക്കണം. ആക്ച്വലി ഒരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഭയങ്കര സിസ്റ്റം. ഇപ്പം ഞങ്ങൾ പേപ്ലൈൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സെയിൽസ് ടീമിന് ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ 2 തരത്തിലാണ് സെയിൽസ് പോകുന്നത്, ഡയറക്റ്റ് സെയിൽസും ഇൻഡയറക്റ്റ് സെയിൽസും. ഡയറക്റ്റ് സെയിൽസ് നമ്മൾ തന്നെ ഡയറക്റ്റ് പിച്ച് ചെയ്യും. സോ നമ്മളുടെ ഫോൾഡറിൽ എങ്ങനെയാണ് ഡയറക്റ്റ് സെയിൽസ് ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ഇനീഷ്യൽ കോൺടാക്റ്റിൻ്റെ ഉള്ളിൽ കുറേ സബ് ഫോൾഡേഴ്സ് ഉണ്ടാവും. ആ ഇനീഷ്യൽ കോൺടാക്ട് ടൈമിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനത്തെ ഇൻട്രോ മെസ്സേജാണ് അയക്കേണ്ടത് എന്നുള്ള രീതി വരെ നമ്മളവിടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, കസ്റ്റമൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇപ്പോൾ ഒരു സെയിൽസ് സ്റ്റേജിൽ നമ്മൾ അതിനൊരു ഗൂഗിൾ ഷീറ്റിലെങ്കിലും ഡോക്യുമെന്റ് ചെയ്ത് ഈ പ്രോസസ് ഓറിയന്റഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയാണ്. അതെ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ KRI ആൻഡ് KPI അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആ ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കമ്പനി സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അല്ല ഫൗണ്ടർ വന്ന് കമ്പനി അടിച്ചെന്ന് പറഞ്ഞ് ഞാൻ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് പറ്റിയ ഭയങ്കര മിസ്റ്റേക്കാണ്. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഞാനത് പ്ലേസ് ചെയ്യാൻ തുടങ്ങി. സെയിൽസിൽ ഇപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് സെയിൽസിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മളത് ഫുള്ളി ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനീഷ്യൽ കോൺടാക്ട് കഴിഞ്ഞു. ഫസ്റ്റ് മീറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, അവിടെ നമ്മൾ ഏതൊക്കെ ക്ലയൻസ് ലിസ്റ്റിൻ്റെ കൊടുക്കണം. ചിലപ്പോൾ എല്ലാ ക്ലയൻസ് ലിസ്റ്റും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കുറേ അധികം പ്രീമിയം ക്ലയൻസ് ഉണ്ട് ഇവിടെ. നമുക്കത് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമുക്കത് വെച്ച് മാർക്കറ്റ് ചെയ്യരുതെന്നുള്ളൊരു ഉണ്ട്, NDA ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ നമ്മൾ എവിടെ ഒരു ഫർണിച്ചർ ബ്രാൻഡാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ഫർണിച്ചർ ബ്രാൻഡിന് നമ്മൾ ഏതൊക്കെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആക്കി വയ്ക്കും. മറിച്ച് നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് സെയിൽസ്, അത് ചാനൽ സെയിൽസിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് പേപ്പർ പ്ലെയിൻസിൽ ക്രിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. പണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരെയും നമ്മൾ ചാനൽ പാർട്ട്നേഴ്സ് ആക്കി. ഓക്കെ, അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് വന്നു, ജോയിൻ ചെയ്തു, നമ്മൾ ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്തു, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പോയി. പക്ഷേ അത് പൊട്ടൻഷ്യൽ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇഫ് സംതിങ് ഈസ് ഫ്രീ ഒരു വാല്യൂ ഇല്ല. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം. ഓക്കെ, അതായത് സോ അതിനുശേഷം കുറേ പേര് വന്നെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ വർക്ക് ചെയ്യില്ല, നമുക്ക് ലീഡ്സ് കിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നമ്മളതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ് മാത്രം മതി നമുക്ക്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ അവരെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ അവർക്ക് ടാർഗറ്റ് കൊടുക്കും. മന്ത്ലി ഇത്രയായിരിക്കും നമുക്ക് ലീഡ്സ് തരേണ്ടത്, ഇത്ര ലീഡ്സ് കൺവേർട്ട് ആവണം. ആൻഡ് അങ്ങനെ നമ്മളും മറിച്ച് അവരെയും അവർക്കുള്ള ലീഡ്സ് നമ്മൾ കൊടുക്കും, ഒരു കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രീതിയിൽ. സോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ഡെവലപ്പ് ചെയ്ത്, ആൻഡ് ഇത് പാർട്ട്ണർ അസസ്മെൻറ്റ് ഫോം വരെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട്ണർ അസസ്മെൻറ്റ് ഫോം കഴിഞ്ഞിട്ട് പാർട്ട്ണർ എലിജിബിൾ ആണെങ്കിൽ അവർ ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു ഇനീഷ്യൽ ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കും. ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പേപ്പർ പ്ലെയിൻസ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. പേപ്പർ പ്ലെയിൻസ് ഞങ്ങൾ സർട്ടിഫൈ ചെയ്തത് ലൈക്ക് ഓഫ് കോഴ്സ് നമുക്ക് സ്കെയിൽ ചെയ്യാനുള്ള പ്ലാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ തന്നെ നമ്മളുടെ കമ്പനിക്ക് കൊടുക്കുന്ന വാല്യൂ ആണ് ആക്ച്വലി അത്. ഓക്കെ, സോ
അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറിച്ച് എല്ലാവരെയും നമ്മൾ പാർട്ട്നേഴ്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല. നേരത്തെ ക്ലയൻസിൻ്റെ കാര്യം പോലെ തന്നെ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാർട്ടപ്പ്സ് മെയിനായിട്ട് ചെയ്യണം. എന്നാലാണ് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടൈം ലൈൻ നമ്പേഴ്സിൽ വർക്ക് ചെയ്യുക. നമ്പേഴ്സിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അതിൻ്റെ ഒരു ബേസിക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, അതായത് ഇന്നത്തെ ഡേറ്റ്, സോ ലാസ്റ്റ് എന്താ പറയുക 24th ഐ ഗസ്. ഓക്കെ, 24th ഞാൻ നോക്കുന്ന സമയത്ത് 24th ഞാൻ പേപ്പർ പ്ലെയിൻസ് അല്ല, സോറി, ഞാനൊരു സെക്കൻഡ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടില്ല, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ഡേയ്സിൽ എൻ്റെ ലോഞ്ച് നടക്കുക. അപ്പോൾ എൻ്റെ വൺ ഓഫ് ദ പാർട്ട്ണർ വേറൊരു പാർട്ട്ണറാണ്. സോ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും ഓരോന്നിങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു ആക്ച്വലി. കാരണം എനിക്കിത് എങ്ങനെ കൊണ്ടുപോകണം എന്നൊരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ടെലി സെയിൽസിനെ ഹയർ ചെയ്യണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ആ സെയിൽസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ഒരു ടെലി സെയിൽസിനെ വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്താലോ, നമ്മൾ സക്സസ് ചെയ്ത് കാണിച്ചാലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ പ്രോപ്പറായിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നമ്പേഴ്സിൽ വർക്ക് ചെയ്യും, ഇത്ര ക്ലയൻസിനെ ഓൺ ബോർഡ് ചെയ്യും, ഇത്ര ഡേയ്സിൽ ഓൺ ബോർഡ് ചെയ്യും, ഒരു നമ്പേഴ്സിൽ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു റീസണിൽ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഒരു ബൈക്ക് എടുക്കണം. അത് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ നോക്കി വെച്ചൊരു ബൈക്കുണ്ട്, എടുക്കണം എന്നുള്ള രീതിയിൽ നിൽക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ആൾ പറഞ്ഞു, നീ ഇത്ര ഡേയ്സിനുള്ള 10 ക്ലയൻറ്റിനെ ഓൺ ബോർഡ് ചെയ്യും, കമ്മിങ് മൺഡേ നമ്മളോട്ട് ബൈക്ക് എടുത്തിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് എനിക്ക് അതായത് ഇത് കൈൻഡ് ഓഫ് ഒരു ഗെയിമിഫിക്കേഷൻ മോഡലാണ്. ഓക്കെ, സോ ഞാൻ അതൊന്ന് ടാർഗറ്റ് വെച്ച് 10 ക്ലയൻസിന് കിട്ടണമെങ്കിൽ ഇത്ര ലീഡ്സ് ജനറേറ്റ് ചെയ്യണം, ഇതിന് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഒരു 5-6 നമ്മൾ കോൾഡ് ഔട്ട്റീച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണുള്ളത്. പിന്നെ നമ്മൾ അതനുസരിച്ച് സോർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഉച്ചയാകുമ്പോഴേക്കും ഞാനത് എൻ്റെ പൊട്ടൻഷ്യൽ ക്ലയൻസ് മനസ്സിലാക്കി. ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ ഇത്രയും ചെയ്തിട്ട് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ 10 ക്ലയൻസിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, അവർ റെഡിയായി, നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ റെഡിയായി. അതായത് വലിയ ബഡ്ജറ്റില്ല, ചെറിയ ബഡ്ജറ്റ് പരിപാടികളാണ്, പക്ഷെ എന്നാലും അവർ ഓക്കെ ഓൺ ബോർഡായി. സോ ഇപ്പോൾ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക, ഇനിയിപ്പോൾ പോയി വണ്ടി എടുക്കണം. സോ നമ്മൾ തന്നെ നമ്പേഴ്സിൽ വർക്ക് ചെയ്യുക, നമ്മൾ തന്നെ ഒരു ഗോൾ വയ്ക്കുക. നമ്മൾക്ക് ഏറ്റവും ഒരു ഗെയിമിഫിക്കേഷൻ മോഡൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. മെൻറ്റേഴ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടാവും. ആക്ച്വലി കുറേ പേരെന്നല്ല, കുറച്ച് പേരുണ്ടാവും. സോ ഇനീഷ്യൽ ലെവലിൽ എൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയാനായിട്ട് കുറച്ച് പേരെന്ന് പറയാൻ എനിക്ക് നെയിംസ് പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു HR ഡയറക്ടർ ഉണ്ട്, ഇപ്പോൾ പേപ്പർ ലൈൻസിൻ്റെ HR ഡയറക്ടർ. ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആക്ച്വലി. ഓക്കെ, സോ ഷീ ഈസ് ഗുഡ് അറ്റ് HR ആൻഡ് ഷീ ഈസ് ഇൻ അബുദാബി റൈറ്റ് നൗ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഗോളിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഓക്കെ, ഞാൻ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും പല ചലഞ്ചസ്, ഈവൻ ദോ ഒരു വെബ്സൈറ്റ് ഡൊമൈൻ വാങ്ങാനായിട്ട് വരെ നമുക്ക് സിറ്റുവേഷൻസ് വന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതും ആ ഒരു ഡൊമൈൻ വാങ്ങാനായിട്ട് നമ്മൾ എടുത്ത ടൈം തന്നെ 2-3 മാസങ്ങളാണ്, ഒരു 2000 കൊടുത്തിട്ട് ഡൊമൈൻ വാങ്ങാനായിട്ട്. എൻ്റെ അടുത്ത് ഇതുപോലെ കുറേ അധികം കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൽ ഹെൽപ്പ് ചെയ്യുന്നു, ലൈക്ക് നീ ഡൊമൈൻ വാങ്ങുക എന്നിട്ട് ബാക്കി നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ഓരോരോ ഡിസിഷൻ എടുക്കുമ്പോഴും അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, മെൻ്റലി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു.
സോ അവർ നമ്മളെ ഫീഡ്ബാക്കൊക്കെ ചെയ്യാനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ പേഴ്സണലി കണക്ട് ചെയ്തു. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് എനിക്ക് അവിടെ നല്ലൊരു കണക്ഷൻ കിട്ടി, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. സോ ആ സമയത്ത് ഞാൻ എൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്തു, ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻസ് കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇങ്ങനെ ഓരോ പോയിന്റ്സ് നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതെ അതെ അതെ. അപ്പം ഇങ്ങനെ ലൈഫിൽ കുറേ അധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ സെലിബ്രിറ്റി മാനേജ്മെൻറ്റിലോട്ട് വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യലിൽ കുറച്ച് പേരെ മാത്രമേ കോൺടാക്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെ നമ്മളെ കണക്ട് ചെയ്ത് തരുന്നു, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അങ്ങനെ കുറേ പേര്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. സോ മെൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ പോകുകയാണെങ്കിലും നമ്മൾ ഓരോ സർവീസ് ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ഓക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു ഒരു ഐഡിയ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ, കൺസൾട്ടേഷൻ. സോ അതിന് പകരം ഇനീഷ്യൽ ലെവലിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ വലിയൊരു കാര്യം. എനിക്ക് ഞാനിപ്പോൾ കുറേയൊക്കെ ChatGPT വെച്ചിട്ട് കൺസൾട്ടേഷൻ നടത്താറുണ്ട്, കുറേ കിട്ടാറുണ്ട്. പിന്നെ അതിന് വെച്ചിട്ട് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്ത് പോകുന്നത്. അതൊരു പോയിൻ്റാണ് ആക്ച്വലി. പ്ലെയിനായിട്ട് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോകാതെ നമുക്കുള്ള ഒരുവിധമുള്ള ക്ലാരിറ്റി നമുക്ക് AI ടൂൾസ് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പ്രാക്ടിക്കലി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഓക്കെ ChatGPT നമ്മളാണെങ്കിലും ഇപ്പോൾ ക്രിയേറ്റീവ് സൈഡിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ അത് AI പല രീതിയിൽ യൂസ് ചെയ്യാം. മാർക്കറ്റ് റിസർച്ചിന് യൂസ് ചെയ്യാം. സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചോളം ഞാനൊരു കോർ ടീം വേണം, അല്ല ഒരു കോർ ടീം മാത്രം മതി, ബാക്കിയുള്ള ടീമേറ്റ്സ് വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇനീഷ്യൽ ലെവലിൽ എല്ലാം കൂടെ നമ്മൾ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത്. ഡിസൈൻ ചെയ്യേണ്ട ആൾ വേണം. ഈ വർക്കുകളൊക്കെ ഡെലിഗേറ്റ് ചെയ്താൽ മതി. ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗ്രോത്തും സ്കെയിലബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇനിഷ്യൽ പാർട്ടിൽ നമ്മൾ ചെയ്യുക, അതിന് ഡോക്യുമെൻ്റ് ചെയ്യുക, അടുത്ത ആളെ ഹയർ ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്ത് പോവുക. ആ ഒരു സിസ്റ്റം മാത്രമേ നമുക്ക് സ്കെയിലബിൾ ഓപ്ഷൻ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന ലെവലിൽ, അതെ, ആ ബിസിനസ് ആയിരിക്കില്ല, അത് സെൽഫ് എംപ്ലോയ്മെൻ്റ് തന്നെ ആയിരിക്കും. എൻ്റെ ഒരു മെൻറ്റർ എൻ്റെ ഫസ്റ്റ് പറഞ്ഞത്, എനിക്കൊരു 1 കോടി രൂപ ഉണ്ടാക്കാൻ പാടുണ്ടാവുള്ളൂ, 1 10 10 100 ഒരുപാടും ഉണ്ടാവില്ല. അതൊരു വലിയൊരു ലേണിങ്സ് ആയിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സ്റ്റീഫൻ കുറേ ഡിജിറ്റൽ PRs ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്താണ് ഈ PR? ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം PR. എല്ലാവരും മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ ഞാൻ മാത്രം എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാൽ PR വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഇൻഡിവിജ്വൽ സെൻസ് ഒരു ഓൺടർപ്രണർ ആണെങ്കിലും ഒരു സെലിബ്രിറ്റി ആണെങ്കിലും PR ഭയങ്കര ഇമ്പോർട്ടൻസാണ്. സോ മോസ്റ്റ് ഓഫ് ഓൺടർപ്രണേഴ്സും ലാക്ക് ചെയ്യുന്ന സൈഡാണ് PR. അവരുടെയൊക്കെ തോട്ട് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി അവർ വിചാരിക്കുന്നത് PR മാർക്കറ്റിംഗ് സെയിം തന്നെയല്ലേ. PR മാർക്കറ്റിംഗ് സെയിം അല്ല, രണ്ടാണ്. ഒരു മാർക്കറ്റിംഗ് ഫുള്ളി സെയിൽസ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇറ്റ്സ് ഫുള്ളി സെയിൽസ് ഓറിയൻറ്റഡ്. പെയ്ഡ് ആഡ്സ് ചെയ്യുന്നു, നമ്മളുടെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നത്? സെയിൽസിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ സർവീസും നമ്മളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി സെയിൽസ് ആണ്. അതെ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന. PR മാർക്കറ്റിംഗ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഫുള്ളി സെയിൽസ് ഓറിയൻറ്റഡ് ആയിരിക്കും. ബട്ട് PR എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നാളെ ഒരു 100 കമ്പനീസ് ഇവിടെ ഉണ്ടെങ്കിൽ ആ 100 കമ്പനീസിൻ്റെ ഇടയിൽ നിന്ന് എന്തുകൊണ്ട് സ്റ്റീഫനെ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റീഫൻ്റെ കമ്പനിയുടെ സർവീസ് എടുക്കണം എന്ന് എൻ്റെ ഓഡിയൻസ് ചിന്തിക്കണം. ഞാൻ പറയാതെ ചിന്തിക്കണം. അതാണ് PR ആക്ച്വലി. സോ മാർക്കറ്റിംഗ് ഫുള്ളി ഞാൻ പറഞ്ഞ സെയിൽസ് ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മളായിരിക്കും നമ്മളുടെ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നുണ്ടാവുക, നമ്മളുടെ സർവീസ് പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്യണം, നമ്മൾ നോളജ് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് എത്താൻ പറ്റും, നിങ്ങൾ ഇത് ചെയ്യണം, അങ്ങനെ പലതും പറയും. പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾ ഓരോന്നും ഡോക്യുമെൻ്റ് ചെയ്യണം, അത് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് വരുന്നത് സെയിൽസിലോട്ടാണ്. ഓക്കെ, പക്ഷേ PR എന്ന് പറയുമ്പോൾ നേരെ മറിച്ച് നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മറ്റുള്ളവർ സംസാരിക്കും. ഓക്കെ, അവർ ചിന്തിക്കും, സ്റ്റീഫൻ്റെ കമ്പനി ലാസ്റ്റ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആർട്ടിക്കിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു മാഗസീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ന്യൂസ്. അവരിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനില്ലാത്ത എൻ്റെ ആബ്സെൻസിൽ
എന്നെക്കുറിച്ച് എൻ്റെ ഓഡിയൻസ് സംസാരിക്കും. അതാണ് PR. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്ന് പറയാം. അതായത് മൗത്ത് വേർഡ് മാർക്കറ്റിംഗാണ് പോകുന്നത്. അവിടെ പേപ്പർ പ്ലെയിൻസ് എന്നുള്ളൊരു നെയിം രജിസ്റ്ററായി, സ്റ്റീഫൻ എന്നുള്ളൊരു നെയിം രജിസ്റ്ററായി. ഇതാരാന്ന് അറിയില്ലെങ്കിലും ഇതാരാന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് PR വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റീസ് എടുക്കാം. സെലിബ്രിറ്റീസ് അവരുടെ ഒരു ഫെയിം, വിത്ത് ഓൾ ദാറ്റ് ഫെയിം അവർ ഇപ്പോഴും PR ഇൻവെസ്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പൊസിഷനിങ് ആണ്. ഇറ്റ്സ് ലൈക്ക് പൊസിഷനിങ്, അല്ലാതെ ഒരു ഫേമസിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല PR ആക്ച്വലി. ആ സെയിം തന്നെയാണ് ബിസിനസ് ഓൺടർപ്രണേഴ്സ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ അവർക്കത് പിന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ മാർക്കറ്റിങ് അല്ലെങ്കിൽ ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യും, ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിക്കുന്നതിനേക്കാളും ബെറ്റർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. സെയിം തിങ്. കാരണം കോമ്പറ്റീഷൻസ് ഉണ്ട്, വളരെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും ഇമ്പ്രൂവ് ആവണം, നമ്മുടെ തോട്ട് ഇമ്പ്രൂവ് ആവണം. നമുക്ക് നമ്മളെക്കുറിച്ച് മാർക്കറ്റിൽ വലിയ വാല്യൂ വരണം. അപ്പം എൻ്റെ ഡൊമൈനിൽ ഞാൻ ടോപ്പാണെങ്കിൽ എൻ്റെ അടുത്തായിരിക്കും കൺസൾട്ട് ചെയ്യുന്നത് ആൾക്കാർ. എൻ്റെ ക്ലയൻസ് എൻ്റെ അടുത്തായിരിക്കും കൺസൾട്ട് ചെയ്യുക. ഞാൻ അവർക്ക് എനിക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ആ സൊല്യൂഷൻ എൻ്റെ ബിസിനസ്സാണ്. ഞാൻ പറയാതെ അവർ വരും എൻ്റെ അടുത്തോട്ട്. സോ ഇങ്ങനെയാണ് PR വർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടപ്പുകളും ചെറിയ സ്മാൾ സ്കെയിൽ ബിസിനസ് ഓണേഴ്സൊക്കെ എങ്ങനെ ഈ PR-നെ സ്ട്രാറ്റജിക്കലി വലിയൊരു ബഡ്ജറ്റൊന്നും ഉണ്ടാവില്ല ഈ PR-നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും? സ്റ്റാർട്ടപ്പ് കമ്പനീസിന് PR ചെയ്തതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ട്. ഏർലി സ്റ്റേജിൽ തന്നെ മെയിൻ തിങ്, ഒരു ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കാം. 0 ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും പോലും അവരുടെ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും ഇനീഷ്യൽ ലെവലിൽ PR ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് തോന്നുന്നു നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് വലിയൊരു രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. പോകുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യേണ്ടി വരും. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യണമെങ്കിൽ അവർ ഈ കമ്പനീനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ആ കമ്പനീനെ കുറിച്ച് ഒന്നുമില്ലെങ്കിൽ എങ്ങനെ ആ ഇൻവെസ്റ്റർ വിശ്വസിക്കും ആ സ്റ്റാർട്ടപ്പിനെ കുറിച്ച്? ഇതൊരു ബേസിക് തിങ്ങാണ്. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഒരു PR-ൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് എമൗണ്ട് മാറ്റി വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ കുറേ കമ്പനീസ് ഉണ്ട്. റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ തിങ്ക്ലെറ്റ് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. തിങ്ക്ലെറ്റ് അവർ സ്റ്റാർട്ടപ്സിൻ്റെ PR മാത്രം ചെയ്യുന്ന. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഉള്ളെങ്കിൽ പോലും അവർ നമ്മൾക്കൊരു പ്രോപ്പർ ഐഡിയ തരും, എങ്ങനെ നമ്മുടെ ബ്രാൻഡ് പ്ലേസ് ചെയ്യണം. മാർക്കറ്റ് റിസർച്ച് ചെയ്യും, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ് റിസർച്ച് ചെയ്യും. ആൻഡ് അവരുടെ ഇടയിൽ നമ്മളുടെ ബ്രാൻഡ് എങ്ങനെ പ്ലേസ് ചെയ്യണം ഫുള്ളി ഒരു കാര്യങ്ങൾ തന്നിട്ട് നമുക്ക് മാഗസിൻ ചെയ്യണോ നമുക്ക് അവർ ത്രൂ ചെയ്യാം സ്റ്റാർട്ടപ്പിന്. അല്ല ഇപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിജിറ്റൽ PR, പക്ഷേ അതിൻ്റേതായ വാല്യൂ ഉണ്ട്. സോ തിങ്ക്ലെറ്റ് എന്നുള്ളൊരു ബ്രാൻഡ് അവർ ഞാൻ പറഞ്ഞ പോലെ മെയിൻലി സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അത് അവർക്ക് നോക്കാവുന്നതാണ്. അവർ ഏകദേശം ഇപ്പോൾ ഒരു ലോഞ്ചിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് ഇനീഷ്യലിൽ തന്നെ ഞാൻ എൻ്റെ ടീമായിട്ട് ലാസ്റ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പോൾ കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് നല്ലൊരു ഓപ്പണായി നിൽക്കുന്നത്. ആ പഴയ ചിന്താഗതികളൊക്കെ ഒന്ന് മാറി സ്റ്റാർട്ടപ്പുകളെയും ബിസിനസ്സുകളെയൊക്കെ ആൾക്കാരൊന്ന് അക്സെപ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്നായാലും നല്ല രീതിക്ക് ഇനിഷ്യേറ്റീവ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന കിപ്പ് പോലുള്ള കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികൾ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻസ്, ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതും ആഗ്രഹമുള്ള ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലേ? അതെ, അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഐഡിയ ഇഷ്ടം പോലെ ഉണ്ടാകും. എക്സിക്യൂഷൻ പാർട്ടിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർക്ക് മെൻറ്റർഷിപ്പ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ. അത് പറയുമ്പോഴാണ് എനിക്ക് നമ്മുടെ SRKP എൻ്റെ വൺ ഓഫ് ദ ക്ലോസ് ഫ്രണ്ടാണ്. സോ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ലൈക്ക് അവരുടെ ഒരു വലിയ പ്രോജക്റ്റൊക്കെ ലോഞ്ച് ആവാൻ പോകുന്നുണ്ട് ഫോർ സ്റ്റാർട്ടപ്സ്. അവർ സ്റ്റാർട്ടപ്സിനെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റേജ് തൊട്ട് എല്ലാം എവറിത്തിങ് അവർ ടേക്ക് കെയർ ചെയ്തോളും. ആൻഡ് നമ്മളുടെ ഐഡിയ നമ്മളുടെ ഒരു പ്രോപ്പർ ആയിരിക്കണം. ഒരു ജസ്റ്റ് ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്ന പോലെയല്ല ബിസിനസ്. ആക്ച്വലി അതിനുള്ള ഒരു ടെസ്റ്റിംഗ് ടൈം അല്ല. അവർ ഇനിഷ്യൽ ചിലപ്പോൾ അവർക്ക് കമ്പനി രജിസ്ട്രേഷനിൽ പോലും പോകേണ്ടി വരത്തില്ല. ചിലപ്പോൾ അവർക്ക് പ്രിലിമിനറി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കണം ആ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
അതിനൊക്കെ ഉള്ളൊരു കറക്റ്റ് ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ആൾറെഡി സ്റ്റാർട്ടപ്പിലുള്ള മെൻറ്റേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആക്റ്റീവാക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ഗോ ആൻഡ് ചെക്ക് ഗൈസ്. സോ അത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. കാരണം സ്റ്റാർട്ടപ്സ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് പലരും വന്നിട്ട്. ചിലത് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, എൻ്റെ ഡൊമൈൻ അതല്ല. അപ്പോൾ നമുക്കറിയില്ല ആരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. റൈറ്റ് പീപ്പിൾ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതെ കൊളാബ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഉണ്ട്. ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും, സ്റ്റാർട്ടപ്പ് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എനിക്കൊരു കാര്യം മെൻറ്റർ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് റൈറ്റ് മെൻറ്ററെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു എക്കോസിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട്. മെയിൻ തിങ് നെറ്റ്വർക്ക്. അതെ, നെറ്റ്വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ പരിചയപ്പെട്ടു, നാളെ തന്നെ സെയിൽസ് പ്രതീക്ഷിക്കരുത്. ഒരിക്കലും അങ്ങനെ സെയിൽസ് പ്രതീക്ഷിച്ച് ആരും നെറ്റ്വർക്ക് ചെയ്യാൻ പോകരുത്. ഒരു ബന്ധം നിലനിർത്തുക. പിന്നെ പല കമ്മ്യൂണിറ്റി മീറ്റപ്പുകളിലും കണ്ട് പരിചയപ്പെട്ടിട്ട് അങ്ങ് പോകും. പിന്നെ അതിന് നർച്ചർ ചെയ്യുകയോ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ചിലപ്പം അതൊരു റോങ് പ്രാക്ടീസായിട്ട്. പക്ഷെ എപ്പോഴും നമ്മൾ മെസ്സേജ് ശല്യപ്പെടുത്തുകയും ചെയ്യരുത്. ഇപ്പോൾ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് ബിസിനസ് ക്ലോസ് ചെയ്തൊരു നെറ്റ്വർക്കിൽ പോയിട്ടാണ്. അതുകൊണ്ട് ഞാൻ അത്രയും വാല്യൂ കൊടുക്കേണ്ട ആ ഒരു പ്രോസസ്സിന്. എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള കോൺക്ലേവ്സ് ആണെങ്കിൽ ഞാൻ എന്തായാലും പോയിരിക്കും. ഇഷ്ടംപോലെ കോൺക്ലേവ്സ് വരുന്നുണ്ട് ആൻഡ് കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. എനിക്ക് കമ്മ്യൂണിറ്റീസ് ഇഷ്ടംപോലെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ഇനി ഈ കമ്മിങ് ഓഗസ്റ്റിൽ എൻ്റെ സെക്കൻഡ് ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ അതിന് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പേഴ്സണെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതെൻ്റെ ലീഡായിരിക്കും. അപ്പോൾ ഞാൻ ബിസിനസ് ക്ലോസ് ചെയ്യാന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ മൈൻഡിൽ വന്നത്. പക്ഷേ ഞാൻ സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചിന്തയും എൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ എവിടെയാണെന്നുള്ളത്. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പേഴ്സൺ നല്ലൊരു വാല്യൂ ആയിട്ട് തോന്നി. ഞാൻ കണക്ഷൻസ് ബിൽഡ് ചെയ്തു. ദെൻ ഞങ്ങൾ ആഫ്റ്റർ ആ ബിസിനസ് മീറ്റ് കഴിഞ്ഞിട്ട് വളരെ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞങ്ങൾ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് ഒരു പ്രാവശ്യം നമ്മൾ നോർമലി പറയുമല്ലോ, ഒരു പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് ഒന്നിലേക്ക് കുറച്ച് കാശ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യുക, ഈ രണ്ട് കാര്യം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ട്രാവൽ ഇങ്ങനെ പാലക്കാടിലോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയി. ഞങ്ങൾ ആ ഓൺ ദ വേയിൽ ഡിസ്കസ് ചെയ്ത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. ഓൺ ദ വേ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഞങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ രജിസ്ട്രേഷൻസിനുള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് 1 വീക്കിൽ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ വാല്യൂ ആയിട്ട്, ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു ക്ലയൻ്റായിട്ട് വരും എന്നാണ്, പക്ഷേ ക്ലയൻ്റായിട്ടല്ല എൻ്റെ പാർട്ട്ണറായിട്ടാണ് വന്നത്. ഓക്കെ, സോ ഇത്രയും വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് ഒരു നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ. അതിനെ നമ്മൾ ആ രീതിയിൽ എടുത്ത് ആ രീതിയിലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും കണ്ടിട്ട് നിൽക്കരുത് ഒരിക്കലും. എന്തെങ്കിലും കണ്ടിട്ടോ അതെ കണക്ഷൻസ് മാക്സിമം ബിൽഡ് ചെയ്യുക. അതെ, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു പേഴ്സൺ വന്നിട്ട് പറയാണ്, ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആണ്, മണി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എൻ്റെ തന്നെ ഒരു കണക്ഷൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം ഇങ്ങനത്തെ ഈ ഒരു കാര്യമുണ്ട്, ഇതിലെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനത് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കാം. ചിലപ്പോൾ ഞാൻ എടുക്കാറ് പോലില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ വർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് എനിക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ അത് ഫിനാൻഷ്യലി എന്നല്ല, എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വരുമ്പോൾ അത് ഞാൻ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യും. അത് 100% ഷുവറാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കോണ്ടാക്ട് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലിങ്കും സ്റ്റീഫൻ്റെ ലിങ്കും പ്രൊഫൈലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു.